അധികാരത്തിന്റെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അകക്കണ്ണ് തുറന്ന് ദൈവ പൈതൽ ഈ പന്തലിനകത്ത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ഇതിനകത്ത് എന്റെ പകൽ ഞങ്ങളെ പിതാക്കന്മാർ നിന്ന് ശുശ്രൂഷിച്ചപ്പോൾ ആത്മാവിന്റെ തീയ ഇതിനകത്ത് കത്തിയെങ്കിൽ ഈ കാലങ്ങളിലും കത്തുവാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവ് പറയുന്നവരൊക്കെ കുരുടന്മാരായ വഴികാട്ടികളാ. യേശു പറയുന്നു, ഇവരെ കുറിച്ച് എനിക്ക് കഷ്ടം തോന്നുന്നു. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അന്ന് യെശയ്യാവ് വിളിച്ചു പറയുന്നു, ആ കാലങ്ങളിലെ നേതൃത്വ പാടവങ്ങൾ ആരായിരുന്നു, ആത്മീയ പുരോഹിതന്മാർ ആരായിരുന്നു? വായിക്കാം. നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ, കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ. അവരൊക്കെയും സമ്മാനപ്രിയരും പ്രതിഫലം കാക്ഷിക്കുന്നവരുമാകുന്നു. അവർ അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നില്ല, വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും കൂടെ വായിച്ചാട്ട് ആണ്. സംഖ്യാപുസ്തകം 27-ന്റെ 15 മുതൽ 17 വരെ. അപ്പോൾ മോശെ യഹോവയോട്, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കേണ്ടതിന് അവർക്ക് മുമ്പായി പോകുവാനും, ദൈവമേ നീ അവർക്ക് മുൻപായി പോകണം, അവർക്ക് മുമ്പായി വരുവാനും, അവരെ പുറത്തു കൊണ്ടുപോകുവാനും, അകത്തു കൊണ്ടുവരുവാനും സകല ജഡത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഒരു പാസ്റ്ററെ നിയമിക്കണമേ, ഒരു ലീഡറെ നിയമിക്കണമേ, ഒരു നിയോഗമുള്ള പുരോഹിതനെ നിയമിക്കണമേ. എന്തിനാണെന്നറിയാമോ? ഈ ആടുകളുടെ മുൻപേ നടക്കുവാൻ, അവരെ അകത്തു കൊണ്ടുവരുവാൻ, അവരെ പുറത്തു കൊണ്ടുവരുവാൻ നീ തന്നെ ഒരു ഇടയനായിരിക്കണമേ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ഇടയന്റെ ദൗത്യം അവൾ പരാജയപ്പെട്ടു. വാക്യങ്ങളെല്ലാം വായിക്കുവാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് യിരെമ്യാവിന്റെ പുസ്തകത്തില് 7-ാം അധ്യായം 11-ാം വാക്യം കൂടെ വായിച്ചു. നീ കഴിഞ്ഞ കാലങ്ങളിൽ മുറിയപ്പെട്ടില്ലേ? അതിനകത്തൊരു മുറിവിന് ഒരു എണ്ണയുടെ പകർച്ച ഈ 100-ാം കൺവെൻഷനിൽ ഇന്ന് രാവിലെ പകർന്നുകൊണ്ടിരിക്കുക. ഈ പന്തലിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ the power of the Holy Spirit is moving upon each and every one those who are under this bundle. In this morning the Lord is touching many of you. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മുറിവുകളിൽ ഇന്ന് രാവിലെ ഒരു എണ്ണ പകരുന്നുവെന്ന് വിശ്വസിക്കുന്നവരൊന്ന് അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ ജീവൻ തരാനാ വന്നത്. ആ ജീവൻ ലോകത്തിലെ അബണ്ടൻസ് അല്ല, ആ ജീവൻ ലോകത്തിലെ അബണ്ടൻസ് അല്ല, ദൈവത്തിന്റെ അബണ്ടൻസ് ആണ്. എന്തിനാ? നിത്യജീവന്റെ അബണ്ടൻസ് ആണ്, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അബണ്ടൻസ് ആണ്, ആത്മസന്തോഷത്തിന്റെ അബണ്ടൻസ് ആണ്, അവൻ സമാധാനത്തിന്റെ സമൃദ്ധിയാണ്, അവൻ ദൈവകൃപയുടെ സമൃദ്ധിയാണ്. എന്റെ ശാമുവേൽ പ്രസംഗിച്ചതുപോലെ നിത്യത മുതൽ നിത്യത വരെ അവൻ നടത്തുന്ന ശക്തിയുടെ വ്യാപാരമാണ്. അവിടെ കൊടുത്തിരിക്കുന്ന പദസോമേ എന്നുള്ള പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജീവൻ തരാൻ 47 വാക്യങ്ങൾ, 39 വാക്യങ്ങളിൽ 47 പ്രാവശ്യം ലൈഫ് എന്നുള്ള പദം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ 36 പ്രാവശ്യവും അത് നിത്യജീവനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജീവൻ തരുന്ന കർത്താവാണ്. യേശു 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ആലയത്തിന് പെസഹ പെരുന്നാളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ പലരെയും കാണുന്നില്ല. അതിനകത്ത് കൂദാശകൾ നടക്കുന്നുണ്ട്, പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. കർത്താവ് ആലയം വിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കുളക്കരയിൽ മുടന്തന്മാർ, കുരുടന്മാർ, ചെകിടന്മാർ, പക്ഷപാത രോഗികൾ കിടക്കുകയാണ്. ഇതെന്നാ?
സംസ്ഥാനം അവൻ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അവൻ ക്യാമ്പാണ്. അല്ല, ആലയത്തെ കുറിച്ച് ഇവർക്കെല്ലാം കേൾവി ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചെല്ലാം, പെരുന്നാളിനെ കുറിച്ച് അവർക്ക് അറിയാം. പക്ഷെ ഇവരാരും ആലയത്തിനകത്ത് പ്രവേശിച്ചിട്ടില്ല. അന്നത്തെ ദിവസം നല്ല ഇടയൻ ബെഥസ്ദാ കുളക്കരയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, 38 വർഷമായി നീ ഇവിടെ കിടക്കുകയല്ലേ, നിനക്ക് പ്രസംഗത്തെ കുറിച്ച് അറിയാം, പ്രസംഗത്തിന്റെ പോയിന്റ് അറിയാം, പാട്ട് തെറ്റിയാൽ അറിയാം, കർത്തൃമേശയുടെ ക്രമം അറിയാം, ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇതുവരെയും നീ ആലയത്തിനകത്ത് ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. നല്ല ഇടയൻ ആലയത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഓ ഓ ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ 100 വർഷമായി ഇപ്പോഴും പരിചയങ്ങളുണ്ട്. അവൻ ചട്ടങ്ങൾ അറിയാം, പക്ഷെ ചട്ടങ്ങൾ പോലെ ആലയത്തിനകത്ത് പകരുന്ന ഒരു ആത്മശക്തിയുടെ വ്യാപാരമുണ്ട്. അതിലേക്ക് നല്ല ഇടയൻ നിന്നെ കരം പിടിച്ചകത്ത് കൊണ്ടുവരാൻ പോവാ. ഹൃദയത്തിന്റെ ആഴത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ 100ാമത്തെ കൺവെൻഷൻ കഴിയുമ്പോൾ ആലയത്തിന് പുറത്ത് കാത്തു കിടക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതുവരെ അനുഭവിക്കാത്ത ചിലരെയൊക്കെ പരിശുദ്ധാത്മാവ് കരം പിടിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഒരു മഹത്വം പകരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുവാൻ കഴിയും? അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചു. Oh, glory Jesus. ഇവരാരും ബെഥസ്ദാ കുളക്കരയിൽ ജനിച്ചവരല്ല. ഇവരെല്ലാം അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്. ഇവർക്കെല്ലാം വീട്ടുകാരുണ്ട്. അവരുടെ അപ്പനും അമ്മയും ഒരിക്കൽ പറഞ്ഞു, മോനെ കുരുടനെ വീട്ടിൽ ഇനി നിർത്താൻ ഒക്കത്തില്ല, നീ ആ ബെഥസ്ദാ കുളക്കരയിൽ പോയാട്ട്. മുടന്തനെ നോക്കിയിട്ട് സഹോദരൻ പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കരുത്, നിന്നെ ചെലവിന് തരാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല, നീ അവിടേക്ക് പോകണം. ഇവരെ ഇടയൻ, പണിയുന്നവൻ, എഴുന്നേൽപ്പിക്കുന്നവൻ, ഉദ്ധരിക്കുന്നവൻ ആ കുളക്കരയിൽ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ വീട്ടുകാർക്കില്ലാത്ത പ്രതീക്ഷ എനിക്ക് നിന്നെ കുറിച്ചുണ്ട്, എനിക്ക് നിന്നെ കുറിച്ചുണ്ട്. നീ ഇവിടെ അവസാനിക്കത്തില്ല, നീ ഇവിടെ അല്ല നിന്റെ അവസാനം. ഞാൻ നിന്റെ കരം പിടിച്ച് അകത്ത് നിന്നെ കൊണ്ടുപോകാൻ പോവുക. എന്റെ സമയം ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുക. ഡോക്ടർക്ക് പ്രതീക്ഷ കാണത്തില്ല, നിന്റെ ടീച്ചർക്ക് പ്രതീക്ഷ കാണത്തില്ല, നിന്റെ ബന്ധുക്കാർക്ക് പ്രതീക്ഷ കാണത്തില്ല, നിന്റെ അയൽക്കാർക്ക് പ്രതീക്ഷ കാണത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പകൽക്കാലം പ്രതീക്ഷയുള്ള ഈ പന്തലിൽ വന്നിട്ടുണ്ട്. എത്ര പേർ അവനെ കൈ കൊടുക്കാൻ തയ്യാറാകാം? ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാമോ? പ്രതീക്ഷിക്കാൻ വകയില്ലാത്തടുത്ത് അവൻ കർത്തൃദാസൻ മാറ്റി പ്രസംഗിച്ചതുപോലെ വിശ്വാസത്തിന് സാധ്യതയില്ല. പക്ഷെ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. ആ കണ്ണുകളെ അടച്ച കരങ്ങളെ തട്ടി അല്പസ്വരം ദൈവത്തെ സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഡോക്ടർക്ക് പ്രതീക്ഷയില്ല, നിന്റെ അഡ്വക്കേറ്റിന് പ്രതീക്ഷയില്ല, നിന്റെ ഭാവിയെ കുറിച്ച് നിന്റെ അമ്മയെ പെണ്ണാക്ക് പ്രതീക്ഷയില്ല. എന്നാൽ ഇന്ന് രാവിലെ നല്ല ഇടയൻ